ആരെ ജയിപ്പിക്കണം? ഇതുകേട്ട് വിലയിരുത്തൂ. ഇത്തവണ നിങ്ങളുടെ വോട്ട് ആർക്കാണ്? LDFനോ, UDFനോ, അതോ NDAയ്ക്കോ? നിങ്ങൾ ഉറപ്പിക്കുന്നതിനു മുൻപ് അവരുടെ പ്രവൃത്തികളുടെ ഡാറ്റ പരിശോധിച്ച് തീരുമാനിക്കൂ. എങ്ങനെ വിലയിരുത്താമെന്നല്ലേ? പെർഫോമൻസ്, ഡാറ്റ, മുന്നണി എന്നിവ വിലയിരുത്തണം. അതിനു മുൻപ് ആദ്യം നിങ്ങൾ നിങ്ങളെ വിലയിരുത്തൂ. അതെങ്ങനെയാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഐഡിയോളജി എന്ത്? ഇത് മനസ്സിലാക്കുന്നതിന് 6 മാർഗം പറയാം. 1. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കണ്ടെത്തുക. ഇതെങ്ങനെ കണ്ടെത്തും? അതിന് നമ്മുടെ സമ്പദ്ഘടന ആര് കൈകാര്യം ചെയ്യണം തീരുമാനമെടുക്കുക. സർക്കാർ നടത്തണോ, പ്രൈവറ്റ് നടത്തണമെന്നാണോ, അതോ രണ്ടുപേരും കൂടി വേണമെന്നാണോ? സർക്കാർ കൈകാര്യം ചെയ്താൽ കുറച്ചുപേർക്കല്ലാതെ എല്ലാവരിലും എത്തും, പക്ഷേ ക്വാളിറ്റി പരിമിതമായിരിക്കും. പ്രൈവറ്റ് ആണെങ്കിൽ എഫിഷ്യൻസി വരും, പക്ഷേ ഈക്വാളിറ്റി ഉറയും. ഇതൊരു സ്കെയിൽ ഉപയോഗിച്ച് തീരുമാനിക്കാം. മുഴുവൻ സർക്കാർ നടത്തണം, മുഴുവൻ പ്രൈവറ്റ് നടത്തണം, സർക്കാരും പ്രൈവറ്റും ചേർന്ന് നടത്തണം. ഇതിലേതു വേണമെന്ന് തീരുമാനിക്കൂ. ഇനി മതത്തിനും സമുദായത്തിനും ഭരണത്തിൽ എത്ര സ്വാധീനം വേണമെന്ന് ഉറപ്പിക്കൂ. മതത്തിന് സർക്കാരിൽ സ്വാധീനം വേണം, പൂർണ്ണമായി മാറി നിൽക്കണം, കുറച്ചു മതകാര്യം ആവാം. ഇത് കണ്ടെത്തിയാൽ അതാണ് നിങ്ങളുടെ നിലപാട്. ഇനി രണ്ടാമത്തത്, എങ്ങനെയുള്ള ഭരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതറിയാൻ സർക്കാരിന് എന്ത് മുൻഗണനയുണ്ടാവണമെന്നുറപ്പിക്കൂ. അവ സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസേവനങ്ങൾ, സുരക്ഷയും നിയമങ്ങളും, അഴിമതിയില്ലായ്മയും കാര്യക്ഷമതയും ഇതെല്ലാം മുൻഗണന നൽകുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മൂന്നാമതായി നിങ്ങളുടെ മുന്നണി കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടുമായി ബന്ധപ്പെട്ട മുന്നണിയെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 പ്രകാരം പരിശോധിച്ചതുവെച്ച് വിശകലനം ചെയ്യാം. എക്കോണമി ലെവലിൽ ഓരോ മുന്നണിയും എവിടെ നിൽക്കുന്നു നോക്കാം. LDF സർക്കാർ എക്കോണമി കൺട്രോൾ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നു. UDF മിക്സഡ് ആണ്, സർക്കാരും പ്രൈവറ്റും ചേർന്നുള്ള എക്കോണമി കൺട്രോൾ. NDA മാർക്കറ്റ് ഫ്രണ്ട്ലിയാണ്, റൈറ്റ് എക്കോണമി. ഇനി മതാടിസ്ഥാനത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം. LDF മിനിമം സ്വാധീനം മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ എന്നതിലാണ്. NDA കൾച്ചറൽ നാഷണലിസം എന്ന നിലപാടാണ് അവർക്ക്. പലരും വർഗീയത ആരോപിക്കുന്നുണ്ടെങ്കിലും ദേശീയതയും എല്ലാവർക്കും തുല്യ പരിഗണന എന്ന നിലപാടാണ് പുലർത്തിവരുന്നത്. ഇനി UDFO മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നില്ലെങ്കിലും മതസാമുദായത്തിന്റെ സ്വാധീനത്തിലുള്ള അപ്രോച്ചാണ്. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ മതസമുദായ പാർട്ടികളാണ് അവരോടൊപ്പം. തീവ്ര വർഗീയ ആളുകളും അവരെ പിന്തുണയ്ക്കുന്നു. ഇതെല്ലാം പരിശോധിച്ചാൽ ഒരു മുന്നണി നിങ്ങൾക്ക് മാച്ചാവും. അടുത്തത് നാലാമത്തെ കാര്യം പരിശോധിക്കാം. ഓരോ മുന്നണിയുടെയും സമീപകാല പ്രവർത്തനം നോക്കുക. വാഗ്ദാനങ്ങളല്ല, റിയൽ ഡാറ്റ, തെളിവ് വേണം. 30 വർഷങ്ങൾ മുമ്പ് ചെയ്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്തെ കാര്യമല്ല ഇപ്പോഴുള്ളത്. സമീപകാലത്തെ പ്രവർത്തനം വിലയിരുത്തുക. ഭരണപക്ഷത്തെ വിജയങ്ങളും പരാജയങ്ങളും പരിശോധിക്കുക. പ്രതിപക്ഷം കാര്യക്ഷമമായിരുന്നോ അതോ ബഹളം മാത്രമായിരുന്നോ? വിലയിരുത്തുക. അഞ്ചാമതായി എല്ലാവരുടെ മാനിഫെസ്റ്റോ പരിശോധിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റീസുമായി ഒത്തുപോകുന്നുണ്ടോ? മൊത്തത്തിൽ പറയുന്നതാണോ, സ്പെസിഫിക്കായി പറയുന്നുണ്ടോ? നടപ്പാക്കാൻ കഴിയുന്നതാണോ? നാടിന് നല്ലതാണോ? വികസന മനോഭാവമുണ്ടോ? ഇതിൽ റിയലിസ്റ്റിക് ആയവർക്ക് മുൻതൂക്കം നൽകുക. ഇത്രയുമായാൽ ആറാമത്, മുന്നണി എങ്ങനെയാണ് എന്ന് വിലയിരുത്തുക. അവരെ വിശ്വസിക്കാമോ? അവർക്ക് കഴിവുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലം, അഴിമതി തുടങ്ങിയവ പരിശോധിക്കുക. സ്ഥാനമാനങ്ങളുടെ പേരിൽ അടിയാണോ? ഇലക്ഷൻ സമയത്തു മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണോ? അത്തരക്കാരെ ഒഴിവാക്കുക. ഇതെല്ലാം പരിശോധിച്ചാൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരാളെ നിങ്ങൾ കണ്ടെത്തും. അവർക്ക് വോട്ട് ചെയ്യാം എന്നുറപ്പാക്കാം. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ കേരളത്തിന്റെ ഭാവിക്കായി വോട്ട് ചെയ്യുക. അത് ബോധമുള്ള വോട്ടായിരിക്കും. പ്രചോദനം ലൈഫ്. ഏവരും കേരളത്തിന്റെ നല്ല ഭാവിക്കായുള്ള ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ലൈക്കും ഷെയറും ചെയ്യണമെന്നുള്ള ഛേദമില്ലാത്ത ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു.